രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ചികിത്സാ പിഴവുകളുടെയും അനാസ്ഥയുടെയും കയ്യബദ്ധങ്ങളുടെയും കൂത്തരങ്ങായി മാറിയത് പകൽ പോലെ സത്യമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുൻപ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവം. ഓരോ തവണ പിഴവുകൾ സംഭവിക്കുമ്പോഴും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന പതിവ് പല്ലവി ആവർത്തിക്കുന്നതല്ലാതെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിലോ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിലോ സർക്കാരും ആരോഗ്യമന്ത്രിയും ആരോഗ്യ സിസ്റ്റവുമൊക്കെ സമ്പൂർണ്ണ പരാജയമാണ്. സിസ്റ്റം പരാജയമാണ് എന്നത് മാത്രമാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ഓരോ ദിവസവും ഇതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എത്ര കണ്ട് പരാജയമാണ് എന്നുള്ള കാര്യം ഹാരിസ് ചിറക്കലിനെ പോലുള്ള ഡോക്ടർമാർ നമ്മുടെ മുന്നിൽ വന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് തനിക്കെതിരെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിമർശനം ഉന്നയിച്ചാൽ ആ മാധ്യമങ്ങൾക്ക് നേരെ സൈബർ പടയെ അഴിച്ചുവിടുന്ന രീതിയിലാണ് പലപ്പോഴും പ്രതികരിക്കാറുള്ളത്. സിസ്റ്റം പരാജയമാണ് എന്നത് സത്യമാണെന്നിരിക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. സിസ്റ്റം കത്രികയിൽ എന്നതായിരുന്നു ചർച്ചയുടെ തലക്കെട്ട്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ സിസ്റ്റം കത്രികയിൽ എന്ന വാർത്താ കാർഡിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കടുത്ത വിമർശനവുമായി ഇന്ന് രാവിലെ രംഗത്തെത്തി. തന്റെ ഫോട്ടോ സഹിതം ഇത്തരം വാർത്ത നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അത് ബോധപൂർവമായ ശ്രമമാണെന്നും മന്ത്രി ആരോപിച്ചു. ഇത് ലൈവിൽ തന്നെ നിന്നുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെ സീനിയർ ജേർണലിസ്റ്റായ അബ്ജോദ് വർഗീസ് ഒരു മറുപടി നൽകി. കേരളം എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ഈ സിസ്റ്റത്തോട് പറയാനുള്ളത്, എന്താണോ ആരോഗ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യം, അത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചു. ആരോഗ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മേൽ ചാട്ടുളി പോലെയായിരുന്നു സത്യത്തിൽ അബ്ജോദിന്റെ മറുപടി. അത് ഇങ്ങനെയാണ്: ശിവകുമാറിന്റെ കാലത്ത് വെച്ച കെട്ടിടമെങ്കിൽ 10 വർഷം ഭരിച്ചിട്ടും ഇടിഞ്ഞു വീഴുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും ആ കെട്ടിടം പുതുക്കി പണിയാതെ ഒരു പാവപ്പെട്ട സ്ത്രീ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചതല്ലേ ആരോഗ്യമന്ത്രി പ്രശ്നം? ഒരു കുട്ടിയുടെ കൈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിച്ചു കളയേണ്ടി വരുമ്പോൾ അവർക്കൊരു സമാശ്വാസം നൽകാൻ കഴിയാത്തതല്ലേ പ്രശ്നം? സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ ചികിത്സയ്ക്ക് പോകുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറിനുള്ളിൽ പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുന്നതല്ലേ പ്രശ്നം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അതീവ ശ്രദ്ധയർഹിക്കുന്ന ICUവിൽ ചികിത്സയിലുള്ള യുവതി അവിടുത്തെ ജീവനക്കാരൻ തന്നെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിച്ചയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ലേ പ്രശ്നം? ഹർഷിന എന്ന യുവതിയുടെ വയറിനുള്ളിൽ കത്രികയിട്ട് തുന്നിക്കെട്ടുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം UDF കാലത്തേക്കും LDF കാലത്തേക്കും തട്ടിക്കളിക്കുന്നതല്ലേ പ്രശ്നം? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എത്രയെത്ര പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യർ ആശുപത്രികളിൽ എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ചികിത്സകളിലെ അപര്യാപ്തത, ജീവനക്കാരുടെ അപര്യാപ്തത ഒക്കെയല്ലേ പ്രശ്നം? ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു പ്രിന്റർ പോലുമില്ലാത്ത, ആ പ്രിന്ററിൽ കടലാസ് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, ആ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ മഷി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സിസ്റ്റം കത്രികയിലാണെന്ന് പറയുന്നതാണോ ആരോഗ്യമന്ത്രി പ്രശ്നമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അബ്ജോദിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ആരുടെയും മനസ്സിൽ തട്ടുന്നതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന, ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അതേ വാചകങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഈ മറുപടിക്ക് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ഓരോ തവണയും സിസ്റ്റത്തിന് പിഴവുകൾ സംഭവിക്കുമ്പോഴും താൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന പതിവ് പല്ലവി മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടപ്പിലാക്കുന്നത്. ഈ പല്ലവി ആവർത്തിക്കുന്നതല്ലാതെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിലോ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിലോ സർക്കാർ പരാജയപ്പെടുന്നതായാണ് രേഖകൾ നമുക്ക് വ്യക്തമാകുന്നത്. 2021 ജൂൺ മുതൽ 2025 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 43 തവണയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചികിത്സാ പിഴവുകൾ റിപ്പോർട്ട് തേടിയത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് ശേഷമുള്ള നടപടികൾ പരിശോധിച്ചാൽ ചിത്രം ദയനീയമാണ്. 19 പ്രധാന പരാതികളിൽ 10 എണ്ണത്തിൽ മാത്രമാണ് റിപ്പോർട്ട് ലഭിച്ചത്. ആകെ നടപടി നേരിട്ടത് 37 ജീവനക്കാർ മാത്രം. മെഡിക്കൽ കോളേജുകളിൽ 25 പരാതികളിൽ 23 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. എന്നാൽ നടപടിയെടുത്തത് വെറും 4 ഡോക്ടർമാർക്കും 3 സ്റ്റാഫ് നഴ്സിനുമെതിരെ. ചികിത്സാ പിഴവ് പരാതികൾ കുമിഞ്ഞുകൂടുമ്പോഴും ആകെ ലഭിച്ച പരാതികളുടെ കണക്കും സ്വീകരിച്ച നടപടികളും ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നതും ആരോഗ്യവകുപ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. തുടർ ചികിത്സയില്ല, സഹായധനമില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ സിസ്റ്റം പരാജയമാണെന്നും സിസ്റ്റം കത്രികയിലാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ആരോഗ്യമന്ത്രിയോട് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത്.